ഹലോ കൂട്ടുകാരെ, നമുക്ക് ഇപ്രാവശ്യം ഓണം ഘോഷിക്കുന്നതിന് വേണ്ടി കുറച്ച് ഞുറുക്ക് ഗോതമ്പ് പായസം ഉണ്ടാക്കിയാലോ. ഇപ്പം നമ്മളതിന് വേണ്ടി 1 കിലോ ഞുറുക്ക് ഗോതമ്പും 2 കിലോ ശർക്കരയും 6 തേങ്ങയുടെ പാലും എടുത്തു വെച്ചിട്ടുണ്ട്. തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും ഒന്ന് തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഞുറുക്ക് ഗോതമ്പ് ഒന്ന് കുതിർക്കാൻ വേണ്ട വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. ഒരു മണിക്കൂർ നേരം നമ്മളൊന്ന് കുതിർത്തതിന് ശേഷം നമ്മളത് നന്നായിട്ട് കഴുകി വാരിയെടുത്ത് നമ്മുടെ കുക്കറിലിട്ട് നമ്മുടെ 3-ാം പാലും കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അത് ഒരു പ്രാവശ്യം ഒന്ന് വിസിലടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാവേ. ആ സമയം നമുക്ക് നമ്മുടെ ശർക്കര ഒന്ന് പാനിയാക്കിയതിന് ശേഷം നന്നായിട്ട് അരിച്ചൊന്ന് മാറ്റി വയ്ക്കാം. നമുക്കൊരു ഉരുളി അടുപ്പ് വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു 1/2 കപ്പ് നട്ട്സ് ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് റൈസിൻസും കൂടി ഇട്ട് നന്നായിട്ട് നമ്മുടെ കാഷ്യൂം റൈസിൻസും നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കോരി വാങ്ങാം. അതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് നന്നായിട്ട് മൂത്ത് കഴിയുമ്പം കോരി വാങ്ങിയതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മുടെ കുക്കറിൽ വേവിച്ച ഞുറുക്ക് ഗോതമ്പും നമ്മുടെ ശർക്കരപ്പാനിയുടെ പകുതിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ഞുറുക്ക് ഗോതമ്പും ശർക്കരപ്പാനിയും എല്ലാം ഒന്ന് മിക്സായി വന്നു കഴിയുമ്പോഴത്തേക്കും ബാക്കി ശർക്കരപ്പാനിയും കൂടെ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഇനി നമ്മളത് ചുവട്ടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മുടെ ഞുറുക്ക് ഗോതമ്പ് ശർക്കരപ്പാനിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരണം. അത്യാവശ്യം ഒന്ന് വറ്റി വരണം. അപ്പോൾ നമ്മൾ തീ ഒന്ന് കുറച്ചും കൂട്ടിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി നമ്മുടെ ഞുറുക്ക് ഗോതമ്പ് അത്യാവശ്യം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുക. നമ്മുടെ ഞുറുക്ക് ഗോതമ്പും പാലും എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അത്യാവശ്യം എല്ലാം ഒന്ന് മിക്സ് ചെയ്തൊന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് 1-ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ തീ ഏറ്റവും കുറച്ചിടണം. ശേഷം നമ്മൾ നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ ഞുറുക്ക് ഗോതമ്പ് ഒട്ടും അടി പറ്റാതെ ശ്രദ്ധിക്കണേ. ശേഷം നമ്മളൊരു 2 ടീസ്പൂൺ വീതം ഏലക്കാപ്പൊടിയും ജീരകത്തിൻ്റെ പൊടിയും ചുക്കുപൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നട്ട്സും റൈസിൻസും തേങ്ങാക്കൊത്തും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്നും കൂടി യോജിപ്പിക്കണേ. ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ഞുറുക്ക് ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.